ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇതാ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ വന്ന് അടുത്തെത്തിക്കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഒരു ന്യൂ ഇയർ നമ്മൾക്ക് എല്ലാവർക്കും നല്ലതായി വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വ്ളോഗിലേക്ക് കിടക്കാം. അതിനോടൊപ്പം തന്നെ ചെറിയൊരു കേക്കിൻ്റെ വീഡിയോ കൂടി ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പി ചെയ്ത് കാണിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിപ്പോൾ ഞാൻ ബനാന ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി 2 റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്. ഈ പഴമാണ് ഇതിന് കൂടുതൽ നല്ലത്, ഇതിൻ്റെ ഒരു ഫ്ലേവർ നല്ലതായിരിക്കും. അപ്പോൾ 2 ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലോണം തന്നെ ഒന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് എന്നറിയാം, 1/2 കപ്പ് തുടങ്ങി 1/4 കപ്പ് വരെ ഒഴിക്കാം കേട്ടോ. വെജിറ്റബിൾ ഓയിലാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഞാനിത് എഗ്ഗൊന്നും ചേർക്കാത്ത, ബട്ടറോ എഗ്ഗൊന്നും ചേർക്കാത്ത ഒരു കേക്കാണിത്. അപ്പോൾ എന്നാലും നല്ല സോഫ്റ്റായിട്ടാണ് നമുക്കിത് കിട്ടും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദ, ഞാനിപ്പോൾ കപ്പ് വടിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 250 ml കപ്പാണ്. അപ്പോൾ അതിൽ 1/2 കപ്പ് മൈദ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതേ അളവിൽ 1/2 കപ്പ് കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ കേക്കിൽ എപ്പോഴും അല്പം ഉപ്പിട്ട് കൊടുക്കാറുണ്ടല്ലോ നമ്മൾ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലോണം ഒന്ന് അരിച്ചെടുക്കണം. 1-2 പ്രാവശ്യം അരിച്ചാൽ കൂടുതൽ നല്ലത്. ഇതിലേക്ക് നമ്മൾ കേക്കിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസും പിന്നെ 1 ടീസ്പൂൺ വിനീഗർ ഇതിനെ ചേർക്കുന്ന വെച്ചാൽ കേക്ക് തീരെ അപ്പം നമുക്ക് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല കേക്ക് ബേക്ക് ചെയ്ത് വരുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് അത് വിനീഗർ ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായി വരും. അത് മാവ് നല്ല സോഫ്റ്റായിരിക്കണം, നല്ല കേക്ക് നല്ലതാവുള്ളൂ അല്ലേ. അതിപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് പതുക്കെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. പിന്നെ തിക്കായിട്ട് മാവ് കുറച്ച് തിക്കായിട്ട് തന്നെ തോന്നുകയാണെങ്കിൽ ഒരല്പം വെള്ളം, ഞാനിപ്പോൾ ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നോർമൽ വെള്ളമാണ് കേട്ടോ, ചൂടുവെള്ളമൊന്നും ഒഴിക്കണ്ട. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് പാകപ്പെടുത്തിയെടുക്കാം. കണ്ടോ, അപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് ബാറ്റർ തയ്യാറാക്കേണ്ടത്. ഇതിലേക്ക് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കാഷ്യൂ നട്ട്സോ അതുപോലെ ബദാം, വാൾനട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാഷ്യൂ നട്ട്സിൻ്റെ കൂടെ തന്നെ കുറച്ച് ടൂറ്റി ഫ്രൂട്ടിയും കുറച്ച് ഡ്രൈ ഗ്രേപ്സും ചേർക്കുന്നുണ്ട്. ഇത് ചേർക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ, നട്ട്സ് മാത്രം ഇട്ടാൽ മതി. ഒരു ചെറിയൊരു ചേഞ്ചിന് വേണ്ടി ഞാൻ ചേർത്ത് നോക്കിയതാണ്. അപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു, കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതിനു മുമ്പ് ഞാൻ ഇതുപോലത്തെ ഒരു എഗ്ഗ്ലെസ് ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് നല്ല വ്യൂസ് കിട്ടിയൊരു വീഡിയോ ആണത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എന്തായാലും ഈ ബാറ്ററി ഞാൻ ഇപ്പോൾ ഒരു ഓയിൽ തേച്ചിട്ടുള്ള സിലിക്കൺ മോൾഡിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ ഏത് കേക്ക് ടിൻ ആണെങ്കിലും, ഒരുപാട് വലുത് വേണ്ട കേട്ടോ, ഇതിൻ്റെ ഏകദേശം ഒരു മീഡിയം ടൈപ്പിലുള്ള കേക്ക് ടിന്നിൽ ഒഴിച്ചിട്ട് നമ്മൾക്ക് ഇതുപോലെ ബേക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 45-50 മിനിറ്റ് ആകുമ്പോഴത്തേനും ഇത് ബേക്കായി കിട്ടും നമുക്ക്. അപ്പോൾ ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ച് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. കണ്ടോ, ഇപ്പോൾ ഞാനിപ്പോൾ ഇതൊരു 50 മിനിറ്റിലാണ് ഇപ്പോൾ ഇത് ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇതിപ്പോൾ നമുക്കിനി ഓവനിലല്ലെങ്കിലും സ്റ്റൗവിൽ വെച്ചിട്ടും അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന തന്നെയാണ് കേക്ക് ഉണ്ടാക്കാൻ. കണ്ടോ, അപ്പോൾ ചൂടാറിയതിന് ശേഷം ഇത് കട്ട് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഉണ്ടാക്കിയതിൻ്റെ പിറ്റേ ദിവസമാണ് ഇത് കൂടുതലായിട്ട് ടേസ്റ്റ് വരും കേട്ടോ. അത് ഏത് കേക്കായാലും അങ്ങനെ തന്നെ, ഉണ്ടാക്കിയ പിറ്റേ ദിവസമാണ് ഇരിക്കും തോറും കൂടുതൽ ടേസ്റ്റ് വരും. അത് ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് ക്രിസ്മസ് ആയിട്ടുള്ള ലുലുവിലെ കുറച്ച് കാഴ്ചകൾ കാണാം. അപ്പോൾ ഈ കൊറോണ ടൈമാണെങ്കിലും അത്യാവശ്യം ആളുകളൊക്കെ ലുലുവിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അധികം തിരക്കില്ലാത്തൊരു ദിവസം പോയിട്ടുള്ള എടുത്തതാണ്. ഈ കൊറോണ വന്നതിന് ശേഷം നമ്മൾ ഹാൻഡ് വാഷും സാനിറ്റൈസറൊക്കെ കൂടുതൽ യൂസ് ചെയ്യണമെന്നല്ലേ. അപ്പോൾ അത് കയ്യൊക്കെ ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അത്യാവശ്യം കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ, കാരണം അവിടെ ഓഫർ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെ ഓഫറാണ്. ഇതൊക്കെ ശരിക്കും മുൻപ് ഷോപ്പുകളുടെ അകത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ ഡിസ്പ്ലേ വെക്കാറുള്ളത്. ഇപ്പോൾ അത് കൊറോണയുടെ ടൈം ആയത് കാരണം കൊണ്ടാണ് ആളുകൾക്ക് വരാനും നോക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടി ഇത് ഹാളിൽ പുറത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ ആളുകൾ വന്നത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഹൈപ്പർ മാർക്കറ്റിൻ്റെ അകത്തെ ക്രിസ്മസ് കാഴ്ചകൾ കാണാം.
ഞങ്ങളും ചെറിയൊരു പർച്ചേസ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പിന്നെ തിരിച്ചു പോരുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ഡേ മലപ്പുറത്തൊരു കല്യാണ റിസപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകുന്നൊരു വീഡിയോ ജസ്റ്റ് എടുത്തതാണ് കേട്ടോ, കണ്ടു നോക്കാം. പോകുന്ന വഴിക്ക് നമുക്ക് വണ്ടിയിലിരുന്ന് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് മാലു എത്തിയപ്പോൾ ഫ്രഷ് ചിപ്സ് വിൽക്കണ ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ കയറിയിട്ട് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ചിപ്സും ഉണ്ണിയപ്പമൊക്കെ വാങ്ങി. പാടങ്ങളും അതുപോലെ പുഴകളൊക്കെ നമ്മളെ കണ്ണിനെപ്പോഴും നല്ലൊരു കുളിർമ തരുന്ന കാര്യങ്ങളാണല്ലേ. ഇത് ഭാരതപ്പുഴയാണ് കണ്ടോ, എന്തൊരു ഭംഗിയാണല്ലേ കാണുമ്പോൾ. അപ്പോൾ അന്ന് മലപ്പുറത്ത് വോട്ടിൻ്റെ ദിവസമായിരുന്നു. അപ്പോൾ ആളുകളൊക്കെ അവിടെ ഇവിടെ കൂട്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, വോട്ട് ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്. ഈ പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളാണിത്. അപ്പോൾ അവിടെ എത്തുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ നല്ലൊരു ഗാർഡനും അതുപോലെ ഒരു പാർക്കും കൂടി ആയിട്ട്, ഒരുപാട് വലിയൊരു ഏരിയയാണിത്. എന്നാൽ സത്യത്തിൽ അവിടെ അധികം ആരുമില്ല എന്ന് തന്നെ പറയാം. വിസിറ്റേഴ്സ് 1-2 ഫാമിലി മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു 8 ഏക്കറിലുള്ളൊരു സ്ഥലമാണ് പെരിന്തൽമണ്ണയിൽ. കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞങ്ങളപ്പോൾ എൻട്രി പാസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വെച്ചിട്ട് കയറിയതാണ്. ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ കാണാൻ, കുറച്ചേ കാണാൻ പറ്റിയിട്ടുള്ളൂ. അങ്ങനെ അത് ഗാർഡൻസായിട്ട് ഇങ്ങനെ നഴ്സറി പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. നോക്കാൻ 3-4 പേരും ഉണ്ട്. പക്ഷേ ഇത് വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണെന്നുകൊണ്ട് ആരും ഇല്ലാത്തത് അധികം. വീക്കെൻഡാണെങ്കിൽ കുറച്ചും കൂടി ഉണ്ടാവുമെന്ന് അവർ പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഈ ഒരു കൊറോണ ടൈമും കൂടെ അല്ലേ. എന്നാലും ഒരുപാട് ചെടികൾ ഉണ്ട് കേട്ടോ, വെറൈറ്റി ചെടികളുണ്ട്. ഞാനപ്പോൾ അവിടെ നല്ല പച്ചപ്പൊക്കെ കണ്ടപ്പോൾ മാസ്ക് എല്ലാം മാറ്റിയിട്ട് അതിന് ഫോട്ടോക്കൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്ത് കൊടുത്താണ്. അപ്പോൾ മോൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തത്. നമ്മളിതുപോലെയൊക്കെ കാണുമ്പോൾ ഫോട്ടോ എടുക്കാനൊരു സന്തോഷമാണല്ലേ. അധികം ടൗണിൽ നിന്നൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ചെല്ലുമ്പോൾ നമുക്ക് നല്ലൊരു ചേഞ്ചായി തോന്നും. അങ്ങനെ കാണുമ്പോൾ കണ്ണിനൊക്കെ നല്ലൊരു കുളിർമ തന്നെയാണ് ഇത് കാണുമ്പോൾ. മനസ്സിന് നല്ലൊരു സന്തോഷമാണ് ശരിക്കും ചെടികൾ കാണുമ്പോൾ അല്ലേ. അപ്പോൾ ഹസ്ബൻഡിനും ചെടിയോട് നല്ല താല്പര്യമാണ്. അപ്പോൾ പുള്ളിയും കുറച്ചൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ വാങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ കല്യാണ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു 10-15 മിനിറ്റൊക്കെ ഉള്ളൂ കേട്ടോ കല്യാണ വീട്ടിലേക്ക്. അപ്പോൾ ശരിക്കും ഈ കല്യാണ വീടെന്ന് പറഞ്ഞാൽ ഇതൊരു മലയുടെ മേലെ ഉള്ളൊരു റിസോർട്ടാണ്. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ അവിടെ ചെന്ന് കാണുമ്പോൾ നമുക്ക്.